നമസ്കാരം. ജൂലൈ 4 എന്നുള്ളത് സാധാരണക്കാർക്ക് ഒരു അതിസാധാരണമായ ദിവസമായിരിക്കാം. എന്നാൽ സിനിമാ പ്രേമികൾക്ക്, പ്രത്യേകിച്ച് മലയാള സിനിമാ പ്രേമികൾക്ക് അത്യുഗ്രൻ എൻ്റർടൈനറുകളുടെ ദിവസം കൂടിയാണ്. അതോടൊപ്പം ജനപ്രിയ നായകൻ ദിലീപിനും മറ്റൊരു നടനും അവകാശപ്പെടാനില്ലാത്ത ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ചില നടന്മാർക്ക് ചില റിലീസ് സമയങ്ങളുണ്ടാകാം. പൊങ്കൽ, ക്രിസ്മസ്, സംക്രാന്തി, പൂജ എന്നിങ്ങനെ അത് ലിസ്റ്റ് നീണ്ടു പോയേക്കാം. എന്നാൽ ഒരു നടന് മാത്രമായിരിക്കാം ഇത്തരത്തിലൊരു ദിവസം അവകാശപ്പെടാനുണ്ടാവുക. അതെ, ജൂലൈ 4, ദ ഗോൾഡൻ ഡേ ഓഫ് ദിലീപ്. തൊണ്ണൂറുകളുടെ ആരംഭത്തിലാണ് ദിലീപ് സിനിമയിലേക്ക് എത്തിയത്. മിമിക്രിയിലൂടെ സിനിമയിലേക്ക് എത്തി അസിസ്റ്റന്റ് ഡയറക്ടറായി. മാനത്തെ കൊട്ടാരം, ഈ പുഴയും കടന്ന്, സല്ലാപം എന്നീ ചിത്രങ്ങളിലൂടെ ദിലീപ് നായകനായി. അങ്ങനെ മലയാള സിനിമയിൽ അടിത്തറ പാകിയാണ് ദിലീപ് തുടങ്ങിയത്. 1998 റിലീസായ പഞ്ചാബി ഹൗസിലൂടെയാണ് ദിലീപ് വലിയൊരു നായകൻ നടനായി മാറിയത്. മാത്രമല്ല, ദിലീപിന്റെ മാർക്കറ്റ് തുടങ്ങുന്നതും അവിടെ നിന്നാണ്. അന്ന് തുടങ്ങിയ കോമ്പിനേഷനുകൾ പിന്നീട് പല വർഷങ്ങളിൽ സിനിമകളിൽ ശ്രദ്ധിക്കപ്പെട്ടു. 99, 2000 എന്നീ വർഷങ്ങളിലെ ബോക്സ് ഓഫീസ് വിജയങ്ങൾ ദിലീപിന് വലിയ മാർക്കറ്റും ഉണ്ടാക്കി. 2001 ജൂലൈ 4 എല്ലാത്തിന്റെയും തുടക്കം. ഹരിശ്രീ അശോകൻ ദിലീപ് കോമ്പിനേഷന്റെ സെലിബ്രേഷനിൽ ഒരു മികച്ച ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തി. സ്ലാപ്സ്റ്റിക് കോമഡികളുടെ മികച്ച മേക്കിങ്ങും മികച്ച തിരക്കഥയുമെല്ലാം മലയാളത്തിലെ എണ്ണം പറഞ്ഞ എന്റർടൈനിങ് സിനിമയ്ക്ക് തുടക്കമായി. താഹയുടെ ഈ പറക്കം നൽകാം. മലയാളത്തിൽ ഇന്നും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളിൽ മുൻപന്തിയിലാണ് ഈ പറക്കം തളികയുടെ സ്ഥാനം. ഇന്നും കോമഡി രംഗങ്ങൾക്ക് ആരാധകർ ഏറെയാണ്. 2002 വീണ്ടും ഒരു ദിലീപ് ചിത്രം ജൂലൈ 4 എന്നാൽ ആ ചിത്രത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ടായി. ദിലീപ് എന്ന സൂപ്പർ സ്റ്റാറിന്റെ ജനനം കണ്ട ദിവസം കൂടിയായിരുന്നു 2002 ജൂലൈ 4. ദിലീപിലെ നടനെയും താരത്തെയും ഒരേപോലെ ഉപയോഗിക്കാൻ ഉറ്റ സുഹൃത്തായ ലാൽ ജോസിന് സാധിച്ചു എന്നുള്ളതാണ് മീശ മാധവനെ എടുത്തു പറയേണ്ടത്. ഇൻഡസ്ട്രി ഹിറ്റായ മീശ മാധവൻ അതിൽ അഭിനയിച്ചവരുടെ എല്ലാം കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസുകളിൽ ഒന്ന് തന്നെയാണ്. രഞ്ജൻ പ്രബോധിന്റെ തിരക്കഥയും വിദ്യാജിയുടെ മ്യൂസിക്കുമെല്ലാം ഇക്കാലത്തും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതാണ്. മീശ മാധവൻ ദിലീപിന്റെ കരിയറിലെ പ്രധാന വഴിത്തിരിവുകളിൽ ഒന്നായി. തൊട്ടടുത്ത വർഷം 2003 ജൂലൈ 4 ദിലീപിന്റെ മറ്റൊരു ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തി. എന്നാൽ ദിലീപ് ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രത്യേകതയാണ് ഈ ചിത്രത്തിനുണ്ടായിരുന്നത്. കോമഡി പശ്ചാത്തലത്തിലൊരുങ്ങിയ ചിത്രത്തിന്റെ പേരും അത്രത്തോളം സ്പെഷ്യലായിരുന്നു, CID മൂസ. എന്നാൽ മറ്റ് സിനിമകളെ പോലെ ആയിരുന്നില്ല ഇത്. ഒരു പുതുമുഖ സംവിധായകനാണ് അന്ന് ആ ചിത്രം സംവിധാനം ചെയ്തത്. അസിസ്റ്റന്റ് ഡയറക്ടറായി പേരെടുത്ത ജോണി ആന്റണി ആയിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ. 100 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ ചിത്രത്തിന്റെ വിജയത്തെക്കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. മാത്രമല്ല, മലയാള സിനിമയിൽ പുത്തൻ ട്രെൻഡുകളുടെ തുടക്കം കുറിച്ചതും CID മൂസയിൽ നിന്ന് തന്നെയാണ്. ഇന്നും CID മൂസയോട് കിടപിടിക്കാൻ പറ്റുന്ന TRP റേറ്റിംഗിൽ മുന്നിട്ട് നിൽക്കുന്ന ചിത്രങ്ങളുടെ എണ്ണം മലയാളത്തിൽ കുറവാണ്. മാത്രമല്ല, ദിലീപ് എന്ന നടനെയും താരത്തെയും ഇൻഡസ്ട്രിയിൽ ഊട്ടിയുറപ്പിച്ചതും CID മൂസയിലൂടെ. 2004 ശേഷം 2005 വീണ്ടും ഒരു ദിലീപ് ചിത്രം ജൂലൈ 4 എത്തിയത്. ദിലീപ് തന്നെ നിർമ്മിച്ച് റാഫി മെക്കാട്ടിൻ സംവിധാനം ചെയ്ത തമിഴ് പശ്ചാത്തലത്തിലൊരുങ്ങിയ ആക്ഷൻ കോമഡി ചിത്രം പാണ്ടിപ്പട. തിങ്കളാഴ്ച റിലീസായ മലയാള ചിത്രം എന്ന പ്രത്യേകതയും പാണ്ടിപ്പടയ്ക്കുണ്ട്. ആദ്യ 3 ദിവസത്തിന് ശേഷമാണ് തിയേറ്ററിലേക്ക് ആളുകൾ ഇരച്ചെത്തിയത്. ചിത്രത്തിലെ പാട്ടുകൾക്കും കോമഡി സീനുകൾക്കും ഇന്നും ആരാധകർ ഏറെയാണ്. പ്രകാശ് രാജിന്റെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളൊന്നാണ് മലയാളത്തിലേക്ക് എത്തി അദ്ദേഹം നേടിയെടുത്തത്. തൊട്ടടുത്ത വർഷം ജൂലൈ 4 പകരം ജൂലൈ 7 ഒരു ദിലീപ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. CID മൂസയുടെ അതേ കാസ്റ്റുമായി എത്തുന്ന ചിത്രം എന്ന പ്രത്യേകതയാണ് ചെസ്സിനുണ്ടായിരുന്നത്. ആ കാലങ്ങളിലെ ദിലീപ് ചിത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു റിവെഞ്ച് ജോണറിലൊരുങ്ങിയ ചെസ്സ്. ഇന്നും ചെസ് സിനിമയ്ക്ക് ആരാധകർ ഏറെയാണ്. 2007 റൺവേക്ക് ശേഷം ജോഷി ദിലീപ് കോംബോ നിൽക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയാണ് ജൂലൈ 4 എന്ന ചിത്രത്തിനുണ്ടായിരുന്നത്. ദിലീപിന്റെ ഭാഗ്യ ദിവസം പോലെ തന്നെ കഥയിലും ആ ഡേറ്റിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. എന്നാൽ ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് ജൂലൈ 5 ആ കാലത്ത് ദിലീപിന്റെ കോമഡി ചിത്രങ്ങളാണ് പൊതുവെ തിയേറ്ററുകൾ അടക്കി ഭരിച്ചിരുന്നത്. എന്നാൽ ഈ ജോണറിലെത്തിയ ചിത്രം എന്ന പ്രത്യേകതയും ജൂലൈ 4 ഉണ്ടായിരുന്നു. ഇന്നും ചിത്രത്തിന് ആരാധകർ ഏറെയാണ്. 2000 മുതൽ 2017 വരെ എല്ലാ വർഷവും ഹിറ്റുകളുള്ള ഒരേ ഒരു നടൻ ദിലീപാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് സ്ട്രീക്കുള്ള, ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള നായകൻ എന്ന റെക്കോർഡും ഇന്നും ദിലീപിന്റെ പേരിലാണ്. പൊതുവെ വർഷത്തിൽ 3 റിലീസാണ് പൊതുവെ ദിലീപ് സിനിമകൾക്ക് ഉണ്ടായിരുന്നത്.
വെക്കേഷൻ ടൈമിൽ ഒരു ചിത്രം, ജൂലൈയിലോ ഓണത്തിനോ ഒരു ചിത്രം, ക്രിസ്മസിനൊരു ചിത്രം. അങ്ങനെ വളരെ പവർ പാക്ഡായി വർഷങ്ങളോളം 3 ചിത്രങ്ങൾ ചെയ്തു പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ജീവിതത്തിലെ ഉടനീളം വലിയ പ്രതിസന്ധി ദിലീപ് നേരിട്ടത്. അതിനുശേഷം വന്ന ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ നിറം മങ്ങിയെങ്കിലും ഇന്നും ദിലീപ് എന്ന നടനിലും താരത്തിലും വലിയ പ്രതീക്ഷയുണ്ട്. 2025 ജൂണിൽ ബബ്ബയുടെ ഒഫീഷ്യൽ ടീം ഒരു നിർണായക അപ്ഡേറ്റ് പുറത്തുവിടുന്നു. ജൂലൈ 4 ഒരു പ്രധാന അപ്ഡേറ്റ് അല്ലെങ്കിൽ അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്ന്. ദളപതി വിജയ് റെഫറൻസ്, ലാലേട്ടൻ ക്യാമിയോ എന്നിങ്ങനെ ഒരുപാട് എക്സ്പെക്ടേഷനുകൾ ഇതിനോടകം തന്നെ സിനിമാ ആരാധകർക്ക് ബബ്ബയിലുണ്ട്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന്റെ വിജയം ദിലീപിന് ആശ്വാസമണേകിയത്. ഏവരും കാത്തിരിക്കുന്നത് മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച കംബാക്കിന് വേണ്ടിയാണ്. ദിലീപ് ആരാധകർ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ട്: മലയാള സിനിമയിലെ അവൻ വിട്ടിട്ട് പോയ സിംഹാസനം തിരിച്ചു പിടിക്കാൻ അവൻ വരുമെന്ന്.